ഇപ്പോൾ ഏകദേശം അരമണിക്കൂറോളമായി തീ നിന്ന് കത്തുകയാണ്. കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുന്നതാണ് നമ്മൾ ഒരു ഭാഗത്ത് അണയ്ക്കുമ്പോൾ കാണുന്നത്. ആശങ്കയുണ്ടാക്കുന്നുണ്ടല്ലേ? സുജിയ, രണ്ട് കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ കെട്ടിടത്തിനകത്ത് ഇപ്പോൾ തീ അണയ്ക്കാൻ പറ്റാത്ത വിധം, ഫയർഫോഴ്സിന് എത്തിപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ഏതെങ്കിലും ഭാഗത്ത് തീ പടരുന്നുണ്ടോ. രണ്ട്, ഇതിനകത്ത് തൊഴിലാളികളായി ജീവനക്കാരായി ഇവിടേക്ക് സാധനം വാങ്ങാൻ എത്തിയവരായി ആരുമില്ല എന്ന കാര്യം കൂടി നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിൽ അവിടുത്തെ കടയുടമകൾക്ക് പോലും ഒരു ഉറപ്പ് പറയാൻ സാധിക്കുന്നില്ല. നമ്മൾ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ആ തീ കത്തുന്ന സമയത്ത് എല്ലാവരും ഇറങ്ങി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഫയർഫോഴ്സിനും നാട്ടുകാർക്കുമൊക്കെ പൂർണ്ണമായും ഈ രണ്ട് കാര്യത്തിൽ നമുക്ക് ഉറപ്പുവരുത്തണം. ഇപ്പോൾ തീ എല്ലാ ഭാഗത്തു നിന്നും തീ ഉയരുകയാണ്, അതുപോലെ തന്നെ പുക ഉയരുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഈ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റിന് അവിടുത്തെ വെള്ളം എത്താത്ത വിധത്തിൽ എവിടെയെങ്കിലും തീ പിടിച്ചിട്ടുണ്ടോ, അവിടെയൊക്കെ തീ പടരുന്നുണ്ടോ, ആ ഭാഗങ്ങളിൽ ഏതെങ്കിലും കടമുറികളിലോ മറ്റോ ജീവനക്കാരോ അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികളായിട്ടുള്ള ആളുകളോ ആരെങ്കിലും ഉണ്ടോ, അവരില്ല എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. കാരണം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരമാണ്, അവിടെ ഒരുപാട് കടമുറികളുണ്ട്. ആ കടമുറികളിലേക്ക് എത്താൻ ധാരാളം ആളുകൾ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവിടേക്ക് സാധനങ്ങൾ വാങ്ങാൻ വരാറുണ്ട്. ഇത് അവധിക്കാലമാണ്, പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ്, അതിൻ്റെയൊക്കെ തിരക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഞായറാഴ്ച ഈ വൈകുന്നേരത്തെ ഈ തീപിടുത്തത്തിൽ അവിടെ ആരും പെട്ടുപോയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തീ പൂർണ്ണമായും അണയ്ക്കാൻ നമുക്ക് ഈ ഘട്ടത്തിൽ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ 3 യൂണിറ്റുകൾ, അത് വെള്ളിമാടുകുന്ന്, മീഞ്ചന്ത, അതുപോലെ തന്നെ ബീച്ച്, ഇതിനെ 3 യൂണിറ്റുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് ഈ പുതിയ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് 3 ഭാഗത്തും ആക്സസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ വെള്ളം അവിടെ നിറയ്ക്കാനുള്ളൊരു സംവിധാനം ഇല്ല എന്നുള്ളത്, കിട്ടാത്തൊരു വെള്ളം അങ്ങനെ നിറച്ചു കൊണ്ടുവരാൻ പറ്റില്ല. നേരത്തെ ദീപക് സൂചിപ്പിച്ച പോലെ തന്നെ മാനാഞ്ചിറ എത്തേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ വളരെ വേഗത്തിൽ തന്നെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായി, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, അടിയന്തര സാഹചര്യം നേരിടുന്ന തരത്തിൽ തന്നെ ഫയർഫോഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഈ ഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ തീ പൂർണ്ണമായിട്ടും മറ്റ് കെട്ടിടങ്ങളിലേക്ക്, ഇതിൻ്റെ താഴത്ത് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് താഴേക്ക് ധാരാളം കടകൾ, ഇപ്പോൾ 1ാം നിലയിൽ പ്രവർത്തിക്കുന്ന കടകളല്ലാതെ തന്നെ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ, അതിൻ്റെ ഏറ്റവും താഴെ നിരയിലുള്ള കടകളെന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് കടകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ലോട്ടറി കച്ചവടക്കാരുണ്ട്, ടെക്സ്റ്റൈൽ ഷോപ്പുകാരുണ്ട്, അവിടെ ചെരുപ്പ് കച്ചവടം നടത്തുന്നവരുണ്ട്. അങ്ങനെ ഈ താഴേക്കുള്ള കടകളിലേക്ക് തീ പടരാതെ നോക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ മുകൾ ഭാഗത്ത് ഫയർഫോഴ്സ് എത്താത്ത ഏതെങ്കിലും ഭാഗങ്ങളിൽ, ഇത് ഞാൻ പറഞ്ഞത് 4 ഭാഗത്തുനിന്നും ആക്സസ് ഉള്ള വലിയൊരു കെട്ടിടമാണ്, അതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടർന്നിട്ടില്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇതിനകത്ത് ഫയർഫോഴ്സ് എത്താത്ത ഭാഗത്ത് തീ കത്തുന്നില്ല എന്ന്